Okay, so we have discussed that there are two types of cells present in a pollen grain, right? So before that, നമ്മൾ രണ്ട് layers പറഞ്ഞു. First one was exine and the inner layer was intine. Then a mature pollen grain has got two cells. The first one is vegetative cell and the second one is generative cell. നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം, ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട് അല്ലേ? ഇവിടെ നടുക്കൊരു സെപ്പറേഷൻ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊരു സെപ്പറേഷനാണ് നടുക്ക് കാണുന്നത്. രണ്ട് ലെയേഴ്സ്, രണ്ട് സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. From the figure itself, it is clear that the vegetative cell is the bigger cell and the generative cell is the smaller cell. So vegetative cell, it is the bigger cell, has abundant food reserve, okay, the nourishment for the pollen grain or the developing plant. Okay, pollen grain fertilization ഒക്കെ നടന്ന് പ്ലാന്റ് ഡെവലപ്പ് ആവുന്ന സമയത്ത് വേണ്ട നറിഷ്മെൻറ്റിന്, അതുപോലെ തന്നെ പോളൻ ഗ്രെയിന് വേണ്ട നറിഷ്മെൻറ്റിനൊക്കെയുള്ള ഫുഡ് റിസർവായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? വെജിറ്റേറ്റീവ് സെല്ലാണ്. വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ഉള്ളിലാണ് ഫുഡ് റിസർവ്സ് വിൽ ബി പ്രസൻറ്റ്. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസ്. ഇറഗുലർ ഷേപ്പായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. So that's all about vegetative cell. It is bigger, it has an irregular shaped nucleus, and also abundant food reserve will be provided for nourishment. Then the second one, generative cell. Okay, ചെറിയ സെല്ലാണ് generative cell. Small, it floats in the cytoplasm of vegetative cell. Vegetative cellൻ്റെ സൈറ്റോപ്ലാസത്തിലാണ് generative cell ഫ്ലോട്ട് ചെയ്തിരിക്കുന്നത്. It is spindle shaped. നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ അറിയാം, ഇറ്റ് ഈസ് സ്പിൻഡിൽ ഷേപ്ഡ് വിത്ത് ദെൻ സൈറ്റോപ്ലാസം ആൻഡ് എ ന്യൂക്ലിയസ്. Okay, generative cell is small, it floats in the cytoplasm of vegetative cell, it has got a spindle shape. And spindle shape എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? രണ്ട് സൈഡും എങ്ങനെയാണ് സ്പിൻഡിൽ ഷേപ്പ്? നമ്മൾ ക്രോമസോംസിൻ്റെ ഷേപ്പൊക്കെ പഠിച്ചപ്പോൾ ഓർക്കണല്ലേ, ഇറ്റ് സ്പിൻഡിൽ ഷേപ്ഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, സെൻറ്റർ തിന്നായിട്ട് രണ്ട് സൈഡും ഇങ്ങനെ കുറച്ചും കൂടി ബ്രോഡായിട്ടിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ, അതാണ് സ്പിൻഡിൽ ഷേപ്ഡ് സ്ട്രക്ചർ. സോ സ്പിൻഡിൽ ഷേപ്ഡ് ആണ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് എ ന്യൂക്ലിയസ്. ഓക്കെ, നെക്സ്റ്റ് വൺ എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പോളൻ ഗ്രെയിൻസ്. സോ ഫസ്റ്റ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. The pollen grains are rich in nutrients, so it is used for the production of pollen tablets and also pollen syrups. Okay, നിങ്ങൾ കേട്ടിട്ടുണ്ടോ pollen tablets? pollen grains വെച്ചിട്ട് ടാബ്ലറ്റ്സ് ഉണ്ടാക്കും, അതുപോലെ തന്നെ സിറപ്സ് ഒക്കെ ഉണ്ടാക്കും. ഇതൊക്കെ മെയിനായിട്ട് കൊടുക്കുന്നത് നമ്മുടെ അത്ലറ്റ്സിന്, അതുപോലെ തന്നെ റേസിനൊക്കെ ഓടുന്ന ഹോഴ്സസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടി, അവരുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോളൻ ടാബ്ലറ്റ്സും പോളൻ സിറപ്സൊക്കെ മെയിൻലി കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പോളൻ ഗ്രെയിൻസ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ദ പോളൻ ടാബ്ലറ്റ്സ് ആൻഡ് ഓൾസോ ദ പോളൻ സിറപ്സ് ആർ യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെൻറ്റ്സ്. ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. They help to increase the performance of athletes and race horses. മോർ എനർജി പ്രൊവൈഡ് ചെയ്ത് അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാംസ്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാംസിൽ പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി യൂസ്ഡ്. ഫോർ ദിസ് പർപ്പസ് ദേ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ലിക്വിഡ് നൈട്രജൻ അറ്റ് -196 ഡിഗ്രി സെൽഷ്യസ്. ലിക്വിഡ് നൈട്രജനിൽ -196 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് പോളൻ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ ക്രയോ പ്രിസർവേഷൻ എന്ന് പറയും. നിങ്ങൾ കുറച്ചും കൂടി കഴിയുമ്പോൾ പഠിക്കും. അപ്പോൾ ലിക്വിഡ് നൈട്രജനിൽ -196 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് പോളൻ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അങ്ങനെ പോളൻ ബാങ്ക്സ്, ഓക്കെ, നിങ്ങൾ ജീൻ ബാങ്ക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ജീൻ ബാങ്ക്സ്, ജീൻസ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക, അതാണ് ജീൻ ബാങ്ക്സ് എന്ന് പറഞ്ഞ പോലെ പോളൻ ഗ്രെയിൻസ്, ഗാമേറ്റ്സ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക, ദാറ്റ് ഈസ് പോളൻ ബാങ്ക്സ്.
ആൻഡ് the pollen grains from these pollen banks can be used in crop breeding programs. അപ്പോൾ എങ്ങനെയാണ് pollen banksൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? -196°C ലിക്വിഡ് നൈട്രജനിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻസ്. തേർഡ് വൺ നമ്മൾ പറയുന്നത് അതൊരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒന്നുമല്ല, ബട്ട് പോളൻ ഗ്രെയിൻസിൻ്റെ ഒരു ഫീച്ചറാണത്. The pollen grains of some plants such as Parthenium or carrot grass, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വീടായിട്ടുള്ള പാർത്തേനിയം ഓർ ക്യാരറ്റ് ഗ്രാസ്, ഈ പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻസ് ദാറ്റ് ഇസ് അലർജിക്. ഓക്കെ, ചില പോളൻ ഗ്രെയിൻസ് നമ്മുടെ സ്കിന്നിനൊക്കെ അലർജി അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ പാർത്തേനിയത്തിൻ്റെ പോളൻ ഗ്രെയിൻസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണ് കോസ് ചെയ്യുന്നത്. ഇറ്റ് ലീഡ്സ് ടു റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് സച്ച് ആസ് ആസ്മ, ബ്രോങ്കൈറ്റിസ് എക്സെട്ര. എല്ലാ ആൾക്കാർക്കും അല്ല, ചില ആൾക്കാർക്ക് these pollen grains will be allergic and they can lead to chronic respiratory disorders. So these three are the economic importance of pollen grains. First one, they are rich in nutrients. Second one, they can be stored and used for crop breeding programs. Third one, some pollen grains are allergic to some people. Okay, last one is the viability of pollen grains. Pollen grains എത്ര നാൾ വയബിൾ ആയിരിക്കും, എത്ര നാളത് ഫെർട്ടൈലായിട്ട് നിൽക്കും, വയബിൾ ആയിരിക്കും എത്രയും നാളെന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ദ വയബിലിറ്റി ഓഫ് pollen grains ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഓരോ റീജിയൻസിലെയും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി അനുസരിച്ചായിരിക്കും എത്ര നാളത് വയബിൾ ആയിരിക്കുന്നത് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മുടെ ധാന്യങ്ങൾ, സിറൽസ്, റൈസ്, വീറ്റ്, അതിൻ്റെയൊക്കെ വയബിലിറ്റി എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസിൻ്റെ വയബിലിറ്റി വളരെ കുറവാണ്. അറൗണ്ട് 30 minutes ഒക്കെയാണ് വയബിൾ ആയിരിക്കുള്ളൂ. ബട്ട് സം മെമ്പേഴ്സ് ഓഫ് ലെഗുമിനോസെ, റൊസാസിയെ ആൻഡ് സൊളാൻസിയെ, ഈ ഫാമിലിയിലൊക്കെ പെട്ടവർ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. സൊളാൻസിയെ, ലെഗുമിനോസെ, റൊസാസിയെ, ഈ ഫാമിലിയിലൊക്കെ പെട്ട മെമ്പേഴ്സിന് വിൽ ഹാവ് എ വയബിലിറ്റി ഫോർ മന്ത്സ്. നമ്മുടെ പീ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ മുളക്, അങ്ങനത്തെ പ്ലാന്റ്സിനൊക്കെ ഒരുപാട് വയബിലിറ്റി കൂടുതലുള്ളവരാണ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പോളൻ ഗ്രെയിൻസിനെ പറ്റിയിട്ട് പറയാനുള്ളത്.